യോ ഹലോ എവരിബഡി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് LJPയുടെ വാലിബന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയാണ്. സോ അതിന് മുന്നേ എനിക്ക് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ 2 സിനിമകൾ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അത് ഞാൻ അവസാനം പറയാം എന്തുകൊണ്ടാണെന്നും ഏതൊക്കെയാണെന്നും. ഓക്കെ, സോ മലൈക്കോട്ടെ വാലിബൻ. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2024 ഓക്കെ, നമുക്ക് എന്തെല്ലാം ചേഞ്ചസ് ആണ് നമുക്ക് വന്നത്. നമ്മൾ ഇന്ന് ഒരു 95% ആളുകൾക്കും അല്ലെങ്കിൽ ഒരു 80% ആളുകളിലും എന്താണ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ ഷോർട്ട് അറ്റൻഷൻ സ്പാനാണ് നമുക്ക്. അതായത് നമുക്ക് ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് മാറ്റി നമുക്ക് വേറെ പുതിയത് കാണാനുള്ള വലിയൊരു ബൂൺ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു മൈൻഡ് സെറ്റായി നമ്മൾ ഫോം ആയിരിക്കുകയാണ് ഇപ്പോൾ. നമുക്കൊന്നിനും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ നെറ്റ്വർക്ക് 5G 4G നെറ്റ്വർക്കിലൂടെ നമുക്ക് കിട്ടുന്നു. ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാം. അങ്ങനെയൊക്കെയുള്ള വലിയൊരു ബൂൺ നമുക്ക് കിട്ടിയ ഒരു അവസരമാണിത്. സോ അതുകൊണ്ട് തന്നെ ഒരു പടം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ലാഗിങ് ആണെങ്കിൽ ആളുകൾക്കത് സഹിക്കാനുള്ളൊരു ഇത് കാണത്തില്ല. കാരണം എത്രയെല്ലാം പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇൻ്റർനെറ്റ് വന്നതോടെ നമുക്ക് ഇഷ്ടം പോലെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും പടം കാണാം. നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ പെട്ടെന്ന് നമുക്കിതെടുക്കാം. സോ അന്നേരം അവിടെ ആ ഒരു സിനിമയ്ക്ക് ഒരു എൻ്റർടൈൻ വാല്യൂ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ, സോ അന്നേരം തന്നെ അത് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക പറയുന്നത് ടോപ്പ് നോച്ച് ആയിരിക്കണം. ഒരു ആവറേജ് എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ അട്രാക്റ്റീവായി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം ഓഡിയൻസിനെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റത്തുള്ളൂ. അത് ഒരു പെർസെൻറ്റേജ് താഴെയാണെങ്കിൽ കൂടെ നമുക്കത് വളരെ അധികം പാടായിരിക്കും. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ടോപ്പ് നോച്ച് ഇമോഷൻസ് ആണെങ്കിലും അതിലേ നമുക്ക് ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റുകയുള്ളൂ. അതൊരു യാഥാർത്ഥ്യമായി ഇപ്പം മാറിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള സിനിമ എത്ര എണ്ണമാണ് പരാജയപ്പെടുന്നത്. സോ ആവറേജും അല്ലെങ്കിൽ എബോവ് ആവറേജും ഒന്നും ആളുകൾക്ക് വേണ്ടതായിരിക്കുകയാണ്. കാരണം ഈ ഒരു സംഭവമാണ് ആളുകളുടെ സൈക്കോളജി മാറിയിരിക്കുന്നു, ആളുകളുടെ തിങ്കിങ് മാറിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ LJP എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, ഒരു ബുദ്ധിജീവി ബ്രാൻഡാണ്. സോ ആ ഒരു പുള്ളിയുടെ എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ ഈ നൻപകൽ നേരത്ത് മയക്കം ആ പടം ഇറങ്ങിയപ്പം അതിൻ്റെ ട്രെയിലർ കണ്ടപ്പം എനിക്ക് അന്നേരമേ തോന്നിയിരുന്നു അത് തിയേറ്ററിൽ ഇരുന്ന് മയങ്ങത്തേ ഉള്ളൂ. കാരണം അതിൽ ഇത്രയ്ക്ക് മമ്മൂട്ടിയുടെ ഒരു അഭിനയമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രയ്ക്ക് ആ സിനിമയെക്കുറിച്ച് അത്ര പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അത് കിട്ടിയിട്ട് കാര്യമുള്ളൂ. സോ കുരങ്ങൻ്റെ പൂമാല കൊടുക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ. സോ അങ്ങനെയുള്ള ആളുകൾക്ക് അത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അതേസമയം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. സോ അതിനകത്ത് തന്നെ കോമൺ ആളുകളാണ് കൂടുതലും സിനിമയ്ക്ക് വരുന്നത്. സോ അവരുടെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയായിരിക്കും സംഭവം വരുന്നത്. പക്ഷേ അന്നേരം ഈ ഉറക്കവിളിയൊക്കെ കൊണ്ടുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം കൊടുക്കാനല്ലാതെ നമുക്ക് ഓഡിയൻസിന് വേറൊന്നും കൊടുക്കാനില്ല. സോ ഇത് ഞാൻ പറയുന്നതെല്ലാം ഫുള്ളി ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ അത് ഈ പറഞ്ഞ കാര്യം വലിയൊരു ഫാക്ടറാണ്. സോ അങ്ങനെ അല്ലാതെ വളരെ സിനിമയെക്കുറിച്ച് വളരെ പഠിക്കുന്നവരും അതിൻ്റെ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് ജീവിതത്തിൽ പകർത്തി ചെയ്യുന്നവരൊക്കെ കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ ഓരോ സീൻ വെച്ച് അല്ലെങ്കിൽ ഓരോ ഫ്രെയിം വെച്ച് അതിങ്ങനെ ആയിരുന്നു നല്ലതായിരുന്നു അത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മെജോറിറ്റി എടുത്ത് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ വരുന്നത്. സോ ഇപ്പം എന്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫിലിം ഈസ് എ ബിസിനസ്. സോ നമുക്ക് റിട്ടേൺസ് ഉണ്ടെങ്കിലേ ആ ഒരു പടം ഓടി വിജയിച്ച് പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടെങ്കിൽ അടുത്ത പ്രോജക്റ്റ് ഒരു ഡയറക്ടറിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. മോസ്റ്റ് പ്രോബബിളി അത്രയും പാടില്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എത്രയോ ഡയറക്ടേഴ്സ് പൊട്ടിവളം ചെയ്തിട്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. മോസ്റ്റ് ഈസിലി ആ ഒരു ഡയറക്ടറിന് ഇപ്പോൾ ഒരു പടം ഓണാക്കണമെങ്കിൽ ഒരു വിജയിച്ചിരിക്കുന്ന
ഡയറക്ടറിന് അത് വളരെ ഈസി ആയിരിക്കും. അതേസമയം ഒരു 2-3 പടം പൊട്ടിയിരിക്കുന്ന ഡയറക്ടറിനെക്കാട്ടിലും വിജയിച്ചിരിക്കുന്ന ഒരു ഡയറക്ടറിന് അത് വളരെ ഈസി ആയിരിക്കും. സോ അതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ഇപ്പം LJPയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നോ പ്ലാൻസ് ടു ഇംപ്രസ്, നോ പ്ലാൻസ് ടു ചേഞ്ച് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പുള്ളിക്ക് എന്ത് വേണമെങ്കിലും പറയാം. പുള്ളി ആ പടത്തിനെ അത്രയ്ക്ക് സ്നേഹിച്ചൊക്കെയാണ് പുള്ളി എടുക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, പുള്ളിയുടെ പടങ്ങൾ പലപ്പോഴും കുറച്ചും കൂടെ പല ഡയറക്ടേഴ്സും ചെയ്യുന്നത് ഓഡിയൻസിന് എന്താണ് വേണ്ടുന്നത് അത് കൊടുക്കുകയാണ്. പുള്ളി ചെയ്യുന്നത് പുള്ളിക്ക് എന്താണ് വേണ്ടുന്നത് അത് കൊടുക്കുകയാണ്. ഓഡിയൻസിനോട് എൻ്റെ സാധനം ഇതാണ്, നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കി അതിനകത്തെ സാധനങ്ങളെല്ലാം എടുത്ത് അങ്ങനെയുള്ളൊരു സംഭവമാണ്. എത്രയും ശരിയാണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. ബട്ട് മിക്ക പടങ്ങളും കാണുമ്പോഴും അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഈ നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നൊക്കെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നതാണ്. സോ നമ്മൾ ഒരു ഓഡിയൻസിൻ്റെ നിലവാരം മനസ്സിലാക്കി ഓഡിയൻസ് എങ്ങനത്തെ ആളുകളാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പം ക്രിസ്റ്റഫർ നോളൻ്റെ പടം ഇതേ സെയിം ഒരു കാറ്റഗറിയാണ്. പുള്ളി എടുക്കുന്ന പടങ്ങൾ നല്ല പറയുന്നത്. അതുപോലെ പുള്ളി യൂസ് ചെയ്യുന്ന ക്യാമറ കണ്ടിട്ടുണ്ടല്ലോ, എന്ത് ഈയിടയ്ക്ക് കണ്ടാന്ന് തോന്നുന്നു പുള്ളി ഒരു ഡിജിറ്റൽ, അല്ലാതെ പണ്ടത്തെ സെറ്റപ്പ് വെച്ച് അന്നേരം തന്നെ മനസ്സിലാക്കാം പുള്ളി ഡിജിറ്റലി എത്രമാത്രം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ആ ഒരു സോഷ്യൽ മീഡിയ ലൈഫോ ഒന്നും ഇല്ലാതെ വന്ന് അന്നേരം പുള്ളിയുടെ കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ടോപ്പ് നോച്ചാണ്. ഒരു സാധാരണ ഒരു ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ നോക്കി അല്ലെങ്കിൽ മറ്റ് സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിക്കലി അത്ര ഹാബിറ്റായിട്ട് എടുക്കാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ തിങ്കിങ്ങും പോകുന്നത് അങ്ങനെ. പക്ഷെ അത് വെച്ചിട്ടാണ് ഇവർ ഓഡിയൻസിലേക്ക് ഈ ഒരു സാധനം കൊണ്ടിടുന്നത്. പക്ഷേ ക്രിസ്റ്റഫർ നോളൻ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വിദ്യാഭ്യാസമുള്ളവരാണ്. കുറച്ചും കൂടെ അവരും പക്ഷേ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. അവർക്ക് അതിനെ അങ്ങനെ കാണാനുള്ള ഒരിതുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ അതിനെക്കുറിച്ചുള്ള അറിവുള്ള ആളുകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനെ ബാക്കപ്പ് ചെയ്യാൻ ആളുകളുണ്ട്. സമയം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു 20 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ പറയാതിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പുള്ളിക്കാണെങ്കിലും പുള്ളി ഇപ്പം നെക്സ്റ്റ് പടം ഓണാക്കണമെങ്കിൽ ഈ പടം അത്യാവശ്യം ഒരു നിരൂപക പ്രശംസയൊക്കെ പറ്റും. ഒന്നുകിൽ തിയേറ്ററിൽ ഇതാവണം അല്ലെങ്കിൽ നിരൂപക പ്രശംസ കിട്ടണം. ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും സംഭവിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ ഫിലിം ഇസ് എ ബിസിനസ്. ഇനി എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിലേക്ക് വരാം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ 2 പടങ്ങളാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ജല്ലിക്കെട്ടാണ്, രണ്ടെന്ന് പറയുന്നത് ചുരുളിയാണ്. സോ ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിനകത്തെ പൊളിറ്റിക്സ് എനിക്ക് അതിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒന്നാമത്തെ എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ സിനിമയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് ജല്ലിക്കെട്ടിലൂടെ പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. എൻ്റെ തെറ്റാകാം, അങ്ങനെ പുള്ളി അതായിരിക്കത്തില്ല. പക്ഷേ എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് ജല്ലിക്കെട്ട് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ആനിമലിസ്റ്റിക് നേച്ചറാണ് പറയുന്നത്. സോ എനിക്ക് മനസ്സിലായത് പുള്ളി പറയുന്നത് മനുഷ്യന് ആനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു നേച്ചറുണ്ട്. അതുകൊണ്ട് സോ ജല്ലിക്കെട്ടിലൂടെ LJP കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് ശരിയാകാൻ തെറ്റാകാം, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ജല്ലിക്കെട്ടിലൂടെ പറയുന്നത് മനുഷ്യനൊരു ആനിമലിസ്റ്റിക് ആയിട്ടൊരു നേച്ചറുണ്ട്. സോ അത് എത്ര കഴിഞ്ഞ് കഴിഞ്ഞാലും അവൻ സ്പിരിച്വലി മുന്നേറി കഴിഞ്ഞാലും എഡ്യൂക്കേഷനിൽ മുന്നേറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു നാൾ അതെല്ലാം പുറത്ത് ചാടും. നിറമടിച്ചതെല്ലാം തനി നിറം പുറത്ത് വരും എന്നുള്ളൊരു സംഭവമാണ്. സോ എനിക്കിത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു പൊളിറ്റിക്സാണ്. അതായത് എന്തായാലും സ്പിരിച്വാലിറ്റി വെച്ച് അടിച്ച് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ഒരു കാലത്ത് ഇപ്പം ഇതായിട്ട് സ്പിരിച്വാലിറ്റിയും മനുഷ്യന് ഉണ്ടായി ഇത്രയും നാളെ ആയിട്ടുള്ളൂ. സോ അന്നേരം ഇത്രയും ചേഞ്ചസ് ഉണ്ടായി. അത് കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ചേഞ്ചസ് കുറച്ചും കൂടെ ഇതാവാതിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ എത്രയോ ആളുകൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും ഈ സ്പിരിച്വാലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിന് ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ഇത്രയും പെർസെൻറ്റേജ് പവർ ഉണ്ട് ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ സ്വഭാവം മാറ്റാനോ. ഇത്രയും പവർ ഉണ്ട് അതിന്, അല്ലേ? ആ ഒരു പവർ ഉണ്ട്. അതിനെക്കാട്ടി വലിയ സാധനങ്ങൾ റിലീജിയൻ പോലെ വേറെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ മാറാതിരിക്കാം. അത് കുറച്ചും കൂടി ഒരു സയന്റിഫിക് ഇതായിട്ട് വെച്ച് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അല്ലാതെ എല്ലാ കാലത്തും ഇപ്പം ആനിമലിസ്റ്റിക് നേച്ചർ ഉണ്ട് അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മനുഷ്യൻ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ പറഞ്ഞു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയതാണ്, നമ്മളെല്ലാം മൃഗങ്ങളാണ്, അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ ആയിരിക്കും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഒരു മനുഷ്യൻ്റെ ഇപ്പം ഒരു സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ ഒത്തിരി പങ്കുണ്ട്. അയാളുടെ എൻവയോൺമെൻറ്റ്, അയാളുടെ കൂടെയുള്ള ആൾക്കാർ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ അത്
ഇൻഫ്ലുവൻസ് ചെയ്യാം, ചെയ്യാതിരിക്കാം. 2 ചാൻസസും ഉണ്ട്. ഇപ്പം എത്രയോ വളരെ സമാധാനത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ അവരുടെ മക്കളൊക്കെ ഒരുപക്ഷെ തെറ്റായ വഴികളിൽ പോകാം. ഓക്കെ, അതിനും ചാൻസ് ഉണ്ട്, അല്ലാതെ ആതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടെ ഒരു സയൻറ്റിഫിക് ആയിട്ട് എടുത്ത് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. രണ്ടാമത്തെ പടമാണ് നമ്മുടെ ചുരുളി. ചുരുളിയിലും ഈ ഒരു സെയിം സംഭവമാണ് പറഞ്ഞു വെക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് തെറ്റ് ചെയ്യാത്തത് ആരുണ്ട്, അതിനകത്തൊരു ക്യാരക്ടർ കണ്ട് പറയുന്നുണ്ട്, ആരാണ് തെറ്റ് ചെയ്യാത്തതായിട്ട്, മനസ്സിലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് കാണത്തില്ലേ? അങ്ങനെയൊക്കെ ചെയ്ത് കാണും, തെറ്റ് ചെയ്യാത്തത് ആരുമില്ല, ഞാനും സമ്മതിക്കുന്നു. പക്ഷേ തെറ്റ് അത് തിരുത്തി നമുക്ക് മുന്നേറാമല്ലോ. തെറ്റ് ചെയ്യാത്തത് ആരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്ത് കൂട്ടി എടുക്കാമല്ലോ. അങ്ങനെയല്ലല്ലോ ഒരു സൊസൈറ്റി നമ്മൾ വേണ്ടുന്നത്. തെറ്റ് പറ്റി അത് തിരുത്തി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കി നമുക്ക് ഇതെടുക്കുമല്ലോ. അല്ലാതെ ആനിമലിസ്റ്റിക് നേച്ചറാണ്, അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നോ പ്ലാൻസ് ടു ചേഞ്ച് അല്ലെങ്കിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എനിക്കൊന്നും ഭയങ്കര മാസമായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. സോ എനിവേ, പുള്ളിക്ക് നല്ല സിനിമകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ.